ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതാം. അതായത് പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ജേർണൽ എൻട്രി എഴുതുക എന്നുള്ളത്. കഴിഞ്ഞ 1-2 വീഡിയോയിലായിട്ട് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് ഈ ജേർണൽ എൻട്രി എഴുതുന്നത് എന്നുള്ള കാര്യം നമ്മൾ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നൊരു കാര്യമാണ് ജേർണൽ എൻട്രീസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ജേർണൽ എൻട്രി എഴുതാൻ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ജേർണൽ എൻട്രീസിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മോഡേൺ റൂൾസിനെ പറ്റി ഒന്നുകൂടി പറയുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോഡേൺ റൂൾസ് പറയുമ്പോൾ പറഞ്ഞതാണ് ആ ഒരു കോഡൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൽസി, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. അതിൽ തന്നെ അസറ്റും എക്സ്പെൻസും, ആൽസിയുടെ എയും ലാസ്റ്റ് ഇയും, അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആവുന്ന സമയത്ത് ഡെബിറ്റ് ആവും. ദെൻ ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ഇൻക്രീസ് ആവുന്ന സമയത്ത് ക്രെഡിറ്റ് ആവും. ഓക്കെ, അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആവും. ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആവും. നേരെ മറിച്ച് അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ആവുന്ന സമയത്ത് ക്രെഡിറ്റ് ആവും. ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ഡിക്രീസ് ആവുന്ന സമയത്ത് ഡെബിറ്റ് ആവും. ഈ ഒരു റൂൾസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ജേർണൽ എൻട്രിയിൽ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പഴയ ഗോൾഡൻ റൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജേർണൽ എൻട്രി എഴുതാം. ഇപ്പോൾ മോഡേൺ റൂൾസാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് പഠിച്ചു നോക്കുക. ആൽസി എന്നുള്ള ഓർഡർ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി അത് പഠിക്കാനുള്ളൊരു ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി ദയവായി കാണാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം. ഞാനിവിടെ ഒരു ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ട്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. അതായത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഇവിടെ പർച്ചേസാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പം നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നതാണ് ഒരു അസറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഫർണിച്ചറാണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ് അല്ലേ. അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അസറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അസറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണെങ്കിൽ, ഗുഡ്സ് ഒക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പർച്ചേസിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അസറ്റിനാണ് ഇമ്പോർട്ടൻസ്, ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പർച്ചേസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്ത് നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എന്താണ്, ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വന്നു. ഓക്കെ, ബിസിനസ്സിലേക്ക് വന്നു. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റാണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അപ്പോൾ ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വാങ്ങി, പർച്ചേസ് ചെയ്തു, അസറ്റ് വന്നു അല്ലെങ്കിൽ ഫർണിച്ചർ വന്നു. അസറ്റ് വരുന്ന സമയത്ത് അസറ്റ് എന്താവും, കൂടും. ഓക്കെ, ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്താണ്, ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ ഫർണിച്ചർ വന്നു എന്ന് പറഞ്ഞാൽ അസറ്റ് വന്നു, അപ്പോൾ അസറ്റ് കൂടും. അസറ്റ് കൂടിയാൽ അസറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് പ്രകാരം അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചറിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇനി നോക്കാം, ഇവിടെ 2 ആസ്പെക്റ്റ് വരുന്നുണ്ട്. ഒന്ന്, ഫർണിച്ചർ ഇങ്ങോട്ട് വന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പോയതെന്താണ്, ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പോയതെന്താണ്, ക്യാഷ്. അപ്പോൾ 2 ആസ്പെക്റ്റാണ് വരുന്നത്. ഒന്ന് ഫർണിച്ചറും ഒന്ന് ക്യാഷും. അങ്ങനെ 2 ആസ്പെക്റ്റാണ് വരുന്നത്. ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വന്നതാണ്, ബിസിനസ്സിൻ്റെ ക്യാഷ് കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ബിസിനസ്സിൻ്റെ അസറ്റ് തന്നെയാണ്. ക്യാഷ് എന്ന് പറഞ്ഞാലും ബിസിനസ്സിൻ്റെ അസറ്റ് തന്നെയാണ്. അപ്പോൾ ക്യാഷ് പോയി, ക്യാഷ് കൊടുത്തിട്ടാണ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തത്. ക്യാഷ് പോയി, ക്യാഷ് പോയാൽ ക്യാഷ് എന്താവും അല്ലെങ്കിൽ അസറ്റ് എന്താവും, കുറയും. ക്യാഷ് പോയാൽ ക്യാഷ് കുറയും, അപ്പോൾ അസറ്റ് കുറയും. അസറ്റ് കുറഞ്ഞാൽ അസറ്റിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ക്രെഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അസറ്റ് കുറഞ്ഞാൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ എൻട്രി എന്ത് വരും, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് അപ്ഡേറ്റ് ടു
ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം, അസറ്റാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റഡ് അല്ലെങ്കിൽ ആ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും. ഇനി ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ് ഗുഡ്സ്, നമ്മൾ ഈ ഫർണിച്ചറിന് പകരം ഇവിടെ ഗുഡ്സ് ആണെങ്കിൽ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നാണ് വരിക. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നാണ് നമ്മൾ എൻട്രി വരിക. അത് നമുക്ക് മറ്റൊരു ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓർത്തിരിക്കുക, അസറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അസറ്റ് പർച്ചേസ് ചെയ്താൽ അസറ്റ് കൂടും, അപ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് കുറയും, അപ്പോൾ അസറ്റ് കുറയും, അപ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബാങ്ക് വഴിയാണ് നടത്തുന്നതെങ്കിൽ ക്യാഷിന് പകരം അവിടെ ബാങ്ക് ബാലൻസ് ആയിരിക്കും കുറയുന്നത്, അപ്പോൾ ബാങ്കിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്തൊരു ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ട്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, പർച്ചേസ് ചെയ്യുന്നത് എന്താണ്, ഗുഡ്സ് ആണ്. ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ്, പർച്ചേസിനാണ് ഇമ്പോർട്ടൻസ്. അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അസറ്റിനാണ് ഇമ്പോർട്ടൻസ്. ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സ് ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പർച്ചേസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇനി ഗുഡ്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി നോക്കാം, രണ്ട് ആസ്പെക്റ്റാണ്. ഒന്നിവിടെ പർച്ചേസ് വരുന്നുണ്ട്, ഒന്ന് പർച്ചേസ് വരുന്നുണ്ട് ഫോർ ക്യാഷ് ആണ്. അപ്പോൾ രണ്ട് ആസ്പെക്റ്റ് വരും, ഒന്ന് പർച്ചേസും വരും ക്യാഷും വരും അല്ലേ. പർച്ചേസും വരും ക്യാഷ് വരും. ക്യാഷ് ഏതായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ക്യാഷ് കൊടുത്ത് നമ്മൾ ഗുഡ്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സാധനങ്ങളാണ് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു അസറ്റ് അല്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ പർച്ചേസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ക്യാഷ് പോയി എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്താണ്, നമ്മുടെ അസറ്റാണ്. ബിസിനസിൻ്റെ അസറ്റാണ് ക്യാഷ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയും. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ അസറ്റിന് എന്ത് ചെയ്യണം, കുറയുന്ന അസറ്റിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കുറയുന്ന അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞാൽ അസറ്റ് കുറയും, കുറയുന്ന അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി നോക്കാം, രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് എന്നുള്ളതാണ് ആസ്പെക്റ്റ്. ഓക്കെ, ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തത്, പർച്ചേസ് എന്നുള്ളതാണ് ആസ്പെക്റ്റ് വരുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ നമ്മൾ പറഞ്ഞ ഈ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ് പറഞ്ഞതിൽ ഏത് കാറ്റഗറിയിലാണ് ഈ പർച്ചേസ് എന്നുള്ള സംഭവം വരുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലോട്ട് ആ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബിസിനസ് ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസാണ്. അതായത് ബിസിനസ് ക്യാഷ് ചിലവാക്കി വാങ്ങുന്നതിനെയാണ് നമ്മളവിടെ പർച്ചേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസാണ്. അതേസമയം സെയിൽസ് എന്ന് പറഞ്ഞാൽ, അതായത് സാധനങ്ങൾ വിൽക്കുന്നു എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചൊരു ഇൻകമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എക്സ്പെൻസും സെയിൽസ് എന്ന് പറഞ്ഞാൽ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ്. അതായത് ഇവർക്ക് സെയിൽസിലൂടെയാണ് മാക്സിമം ഇൻകം ഉണ്ടാകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സെയിൽസാണ്. ഇവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഇൻകം കിട്ടുന്ന ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസാണ്. ബിസിനസ് സെയിൽസ് നടത്തിയിട്ടാണ് അവർക്ക് ഇൻകം കിട്ടുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകമാണ്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസാണ്. ഇനി നോക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ്പെൻസാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസാണ്. നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് വീണ്ടും എന്താവും, കൂടും. അപ്പം പർച്ചേസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസ് എന്താവും, കൂടും. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ എക്സ്പെൻസാണ്. നമ്മൾ ഗുഡ്സ് വീണ്ടും പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് കൂടും. പർച്ചേസ് കൂടുകയെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസാണ് അവിടെ കൂടുന്നത്. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും, ഡെബിറ്റ് ആവും. അതല്ലേ നമ്മൾ റൂളിൽ പഠിച്ചത്, അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡെബിറ്റ് ആവും. അപ്പോൾ ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, പർച്ചേസിനെയാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷാണ് പോകുന്നത്, അസറ്റാണ് കുറയുന്നത്. അതുകൊണ്ടാണ് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തത്. ഇനി ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടുവാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ എക്സ്പെൻസിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് കൊണ്ട് പർച്ചേസിനാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്.
അപ്പോൾ ഇത് മനസ്സിലായോ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി നമുക്ക് അടുത്ത ചാനൽ നോക്കാം. ഓക്കെ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, പർച്ചേസ് നമ്മൾ പറഞ്ഞു. അതേപോലെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ബിസിനസ്സിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഈ സെയിൽസ് എന്ന് പറയുന്നത്. അവർ സെയിൽസ് നടത്തിയിട്ടാണ് അവർ വരുമാനം കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, 2 ആസ്പെക്റ്റ് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഗുഡ്സ് ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ സെയിൽസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. നമ്മൾ പർച്ചേസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവിടെ 2 ആസ്പെക്റ്റ് വരും. ഒന്ന് സെയിൽസ് വരും, അതേപോലെ ക്യാഷ് വരും. ഇനി നോക്കുക, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷിന് നമ്മൾ സാധനങ്ങൾ വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതാണ് അല്ലേ? ബിസിനസ്സിൻ്റെ അകത്തേക്ക് ക്യാഷ് വരുന്നു, സാധനങ്ങളാണ് പുറത്തോട്ട് പോകുന്നത്. സാധനം വിറ്റു, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുവാണ് ചെയ്തത്. ക്യാഷ് വരുവാന്ന് വെച്ചാൽ ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എന്താണ്? അസറ്റാണ്. അപ്പോൾ ക്യാഷ് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് വന്നത്? അസറ്റാണ് വന്നത്. അല്ലെങ്കിൽ ക്യാഷ് വന്നു എന്ന് പറഞ്ഞാൽ ക്യാഷ് കൂടി. അപ്പോൾ എന്ത് കൂടി? അസറ്റ് കൂടി. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. ക്യാഷ് വന്നു, ബിസിനസ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ക്യാഷ് കൂടി. അതിനർത്ഥം അസറ്റ് കൂടി. അസറ്റ് കൂടുമ്പോൾ അസറ്റിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അസറ്റ് കൂടുമ്പോൾ അസറ്റിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോൾ അസറ്റിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് വന്നതാണ്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി നോക്കുക, സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഏത് കാറ്റഗറിയിലാണ് സെയിൽസ് വരുന്നത്? അസറ്റാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റലാണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ? ഇതിലാണ് വരുന്നത്? ഇൻകം ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് സെയിൽസ്. ഇൻകമാണ് സെയിൽസ് എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം വിറ്റു നമുക്ക് വരുമാനം കിട്ടുന്നതാണ്. ബിസിനസ്സിൻ്റെ വരുമാനം എന്താണ്? സോഴ്സാണ് എന്ത് പറയുന്നത്? സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകമാണ്. ഓക്കെ, ഇനി നോക്കാം, സെയിൽസ് നമ്മളിവിടെ ഗുഡ്സ് സോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സെയിൽസ് കൂടുവാണ് അല്ലേ? നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്തോറും നമ്മുടെ സെയിൽസ് എന്താകും? കൂടും. സെയിൽസ് കൂടുമ്പോൾ എന്ത് കൂടും? ഇൻകം കൂടും. നമ്മൾ സാധനങ്ങൾ വിറ്റു എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാഷ് നമ്മൾ സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ സെയിൽസ് കൂടി. സെയിൽസ് കൂടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് കൂടി? ഇൻകമാണ് കൂടി. ബിസിനസ്സിൻ്റെ ഇൻകമാണ് കൂടിയത്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഇൻകം കൂടിയാൽ ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം കൂടിയാൽ ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞു ഗുഡ്സ് ആണ് സോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഏതിനാണ് ഇമ്പോർട്ടൻസ്? സെയിൽസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നോക്കിയേ, എന്താ എൻട്രി വരിക? ക്യാഷ് ആണ് ബിസിനസ്സിലേക്ക് വരുന്നതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട്, അതായത് അസറ്റാണ്, അസറ്റ് കൂടി, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എന്ത് വരും? സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. ഇൻകം കൂടിയത് കൊണ്ടാണ് ഇൻകത്തിന് എന്ത് ചെയ്തത്? ക്രെഡിറ്റ് ചെയ്ത്. ക്യാഷ് കൂടി, ക്യാഷ് വന്നു ബിസിനസ്സിലേക്ക്, ക്യാഷ് കൂടി, അസറ്റ് കൂടി, അതുകൊണ്ട് അസറ്റിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇത് മനസ്സിലായോ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് മനസ്സിലായോ? എന്ത് വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് ക്യാരേജ്. ക്യാരേജ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസാണ്. അപ്പോൾ പെയ്ഡ് ക്യാരേജ് എന്ന് ക്യാരേജിന് എമൗണ്ട് പൈസ നമ്മൾ കൊടുത്തു. ആ എക്സ്പെൻസ് നമ്മൾ കൊടുത്തു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ പെയ്ഡ് ക്യാരേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് നമ്മൾ പെയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ എക്സ്പെൻസ് നമ്മൾ കൊടുത്തു. അപ്പോൾ നോക്കിയേ, എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് എന്താകും? കൂടും അല്ലേ? എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് ക്യാരേജ് എന്ന് പറഞ്ഞാൽ, ക്യാരേജ് പെയ്ഡ് എന്നാണ് പറഞ്ഞാൽ, പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ആണ്, നമ്മൾ കൊടുത്ത എമൗണ്ട് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് ആണ് ഇവിടെ ക്യാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെയ്ഡ് ക്യാരേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കൊടുത്തു. അപ്പോൾ എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടുമ്പോൾ ആ എക്സ്പെൻസിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടുമ്പോൾ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം? ക്യാരേജിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാരേജ് ആണ് ഇവിടുത്തെ എക്സ്പെൻസ്. അപ്പോൾ ക്യാരേജിനെ തന്നെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്ത് എക്സ്പെൻസ് ആണ് വരുന്നത്, ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കഴിഞ്ഞ പർച്ചേസിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, പർച്ചേസ് എന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പർച്ചേസിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് പറഞ്ഞാൽ ക്യാരേജ് ആണ്. അപ്പോൾ ക്യാരേജിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടി, അപ്പോൾ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി നോക്കിയേ, പെയ്ഡ് ക്യാരേജ് എന്ന് പറഞ്ഞ് മാത്രം തന്നു കഴിഞ്ഞാൽ അത് ക്യാഷിലായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. പെയ്ഡ് ക്യാരേജ് എന്ന് മാത്രം തന്നാൽ ക്യാഷിലായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് പോകുമ്പോൾ എന്താവും? ക്യാഷ് കുറഞ്ഞു. ക്യാഷ് പോകുമ്പോൾ ക്യാഷ് കുറഞ്ഞു. ക്യാഷ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ അസറ്റിന് എന്ത് ചെയ്യണം? ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. ക്യാഷ് കുറഞ്ഞാൽ അതിനർത്ഥം അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാരേജ്
അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാരേജ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ് ജേർണൽ എൻട്രി വരിക. അപ്പോൾ ഇത് മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ക്യാരേജ് എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെൻസ് കൂടി, അതുകൊണ്ടാണ് എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്തത്. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, പെയ്ഡ് ക്യാരേജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ക്യാഷ് കുറഞ്ഞു. ക്യാഷ് കുറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു എന്നാണ് അർത്ഥം. അസറ്റ് കുറയുമ്പോൾ അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി എന്താ വരിക? ക്യാരേജ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി നോക്കാം, ബോട്ട് ഗുഡ്സ് ഫ്രം മാധവ്. ബോട്ട് ഗുഡ്സ് ഫ്രം മാധവ്, അതായത് മാധവിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ബോട്ട് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങി, എന്നീ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ബോട്ട് ഗുഡ്സ് ഫ്രം മാധവ്, മാധവിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരാളുടെ പേരാണ് തരുന്നതെങ്കിൽ, അതായത് ഇവിടെ പേരാണ് തന്നത്, ഫോർ ക്യാഷ് എന്ന് നമുക്ക് തന്നിട്ടില്ല. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങി പക്ഷെ ക്യാഷ് കൊടുത്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ ക്യാഷ് എന്നുണ്ടോ എന്ന് നോക്കുക. ഫോർ ക്യാഷ് എന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തതെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്ന് വരും. ഓക്കെ, ക്യാഷാണ് പോകുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, ഫോർ ക്യാഷ് എന്നൊരു സെൻറ്റൻസ് ഇതിൽ തന്നിട്ടില്ല. ബോട്ട് ഗുഡ്സ് ഫ്രം മാധവ് എന്നാണ് തന്നിട്ടുള്ളത്. ഒരാളുടെ പേരാണ് തന്നത്. ഒരാളുടെ പേരാണ് തരുന്നതെങ്കിൽ ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും. അതായത് കടത്തിനായിരിക്കും മാധവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിയത്. ഒരാളുടെ പേരാണ് തരുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, അത് ക്രെഡിറ്റ് പർച്ചേസോ ക്രെഡിറ്റ് സെയിൽസോ ആയിരിക്കും. ഇതേ കാര്യം നമുക്ക് ക്രെഡിറ്റ് സെയിൽസിൻ്റെ കേസിൽ നമുക്ക് വരാം. ഒരാളുടെ പേരാണ് തരുന്നതെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് വരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് പർച്ചേസ് ആണെന്ന് മനസ്സിലാക്കാം. കാരണം ബോട്ട് ഗുഡ്സ് ഫ്രം മാധവ്, മാധവിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. ക്യാഷിനാണ് വാങ്ങിയതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ അതിനർത്ഥം മാധവിൻ്റെ പേര് അവിടെ തന്നതുകൊണ്ട് മാധവിൻ്റെ കയ്യിൽ നിന്ന് കടത്തിനാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയത്. കടത്തിനാണ് സാധനങ്ങൾ വാങ്ങിയത്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോകുന്നില്ല? ക്യാഷ് പോകുന്നില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ക്യാഷ് കൊടുത്തിട്ടല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ക്രെഡിറ്റിനാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണത്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയത് ക്യാഷ് പർച്ചേസ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഒരാളുടെ പേര് തന്നിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക, ഒരാളുടെ പേര് തന്നു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് പർച്ചേസോ ക്രെഡിറ്റ് സെയിൽസോ ആയിരിക്കും. ഫോർ ക്യാഷ് എന്ന് ഇല്ലെങ്കിൽ അത് ക്രെഡിറ്റ് പർച്ചേസോ ക്രെഡിറ്റ് സെയിൽസോ ആയിരിക്കും. അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു ഫ്രം മാധവ്, മാധവിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഫോർ ക്യാഷ് എന്നില്ല, അപ്പോൾ മാധവിൻ്റെ കയ്യിൽ നിന്ന് കടത്തിനാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇനി ശ്രദ്ധിക്കുക, ബോട്ട് ഗുഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് തന്നെയാണ്? പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് തന്നെയാണ്. അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഗുഡ്സ് എന്ന് തന്നു കഴിഞ്ഞാൽ ഏതിനാണ് ഇമ്പോർട്ടൻസ്? പർച്ചേസിനാണ് ഇമ്പോർട്ടൻസ്, അല്ലേ? പർച്ചേസിനാണ് ഇമ്പോർട്ടൻസ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ എന്താണ്? എക്സ്പെൻസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പർച്ചേസ് കൂടി. പർച്ചേസ് ചെയ്തു എന്നെങ്കിൽ പർച്ചേസ് കൂടി. അപ്പോൾ അതിനർത്ഥം എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടിയാൽ എക്സ്പെൻസിനെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് കൂടി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടി എന്നാണ് അർത്ഥം. എക്സ്പെൻസ് കൂടിയാൽ എക്സ്പെൻസിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്തിനാണ്, ഏത് എക്സ്പെൻസിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ എക്സ്പെൻസ് എന്താണ്? പർച്ചേസ് എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെൻസ്. അപ്പോൾ എന്ത് ചെയ്യണം? പർച്ചേസിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു. ക്യാഷ് കൊടുത്തതാണെങ്കിൽ ഡയറക്റ്റ് ടു ക്യാഷ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ക്യാഷ് കൊടുത്തതായിരുന്നെങ്കിൽ ഡയറക്റ്റ് എന്താണ്? ടു ക്യാഷ് എന്ന് കൊടുത്ത ക്യാഷാണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ക്യാഷ് കുറയും. അപ്പോൾ അസറ്റ് കുറയും. അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇവിടെ നോക്കിയേ, ക്യാഷ് പോകുന്നില്ല, അല്ലേ? ക്യാഷ് പോകുന്നില്ല, പകരം നമ്മൾ കടത്തിനാണ് സാധനങ്ങൾ വാങ്ങിയത്. അങ്ങനെ വാങ്ങിയതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യണം? അവരുടെ പേരാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. എൻട്രിയിൽ നമ്മൾ കാണിക്കേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ വാങ്ങിയത് അവരുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കാണിക്കണം. ഇവിടെ ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്? മാധവിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. മാധവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ബിസിനസ് മാധവിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ മാധവിന്
അതായത് ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ് അല്ലേ. മാധവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മീൻസ് ബിസിനസ് സാധനങ്ങൾ വാങ്ങി ബിസിനസ് മാധവിന് പൈസ കൊടുക്കാനുണ്ട്, അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മാധവ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആരാണ്? ക്രെഡിറ്ററാണ്. ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റർ എന്നാണ്. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ളവരെ ബിസിനസ്സിൻ്റെ ടേമിൽ അറിയപ്പെടുന്നത് ഡെപ്റ്ററാണ്. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവർ ബിസിനസ്സിൻ്റെ ഡെപ്റ്റേഴ്സും ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുള്ളവർ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സുമാണ്. ഓക്കെ, ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവർ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ മാധവ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? പർച്ചേസ് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടുന്ന എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് ഡെബിറ്റ് ചെയ്തു. ടു ക്യാഷ് ആയിട്ടല്ല പോകുന്നത്, ക്യാഷ് നമ്മൾ കൊടുക്കുന്നില്ല. ആർക്കാണോ നമ്മൾ കൊടുക്കേണ്ടത്, ആരാണോ നമ്മുടെ ക്രെഡിറ്റർ, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷിന് പകരം അവരുടെ പേരാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ പേരിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. പേരാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അത് എന്താണ് ഫോർ ക്യാഷ് എന്നില്ലെങ്കിൽ അത് എന്താണ് ക്രെഡിറ്റ് പർച്ചേസോ ക്രെഡിറ്റ് സെയിൽസോ ആയിരിക്കും. അപ്പോൾ അവരുടെ പേരാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് അപ് ടു മാധവ് അക്കൗണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ജേർണൽ എൻട്രി വരിക. ഓക്കെ, അതല്ലാതെ നമ്മുടെ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് ആണ്. ഇനി മാധവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററാണ്. ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ് മാധവ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്ററാണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആരാണ്? ലയബിലിറ്റിയിൽ വരുന്നതാണ്. ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ് ക്രെഡിറ്റേഴ്സ്. ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരാണ്, ബിസിനസ്സിൻ്റെ ബാധ്യതയാണത്. ഓക്കെ, അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ബിസിനസ്സിൻ്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ലയബിലിറ്റിയാണ്. അപ്പോൾ മാധവ് എന്ന് പറഞ്ഞ ബിസിനസ്സിന് അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. ഓക്കെ, മാധവിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസും കൂടും, ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ് കൂടുന്നത്. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എന്താണ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ടാണ് കൂടുന്നത്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുകയെന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ലയബിലിറ്റി കൂടുന്ന സമയത്ത് ലയബിലിറ്റീനെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ക്രെഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ലയബിലിറ്റി കൂടുമ്പോൾ ലയബിലിറ്റീനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് മാധവിനെ നമ്മൾ എന്ത് ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തത്. അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ ലയബിലിറ്റീനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണ് പർച്ചേസ് അക്കൗണ്ട് അപ് ടു മാധവ് അക്കൗണ്ട് വരുന്നത്. ഇനി ഇതൊന്നും ആലോചിക്കുന്നതിന് ഞാൻ പറഞ്ഞു എന്താണ്? ക്യാഷിന് പകരം അവരുടെ പേരാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ശരിക്കും വരുന്നതാണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് കൂടും, അപ്പോൾ എക്സ്പെൻസ് കൂടും, അപ്പോൾ എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യണം. ഇനി ഇവിടെ മാധവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററാണ് മാധവ് എന്ന് പറയുന്നത്. ക്രെഡിറ്റർ മീൻസ് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്, ബിസിനസ്സിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ മാധവിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി വീണ്ടും കൂടുകയാണ്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി കൂടുന്ന സമയത്ത് ലയബിലിറ്റി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ മാധവിനെയാണ് എന്ത് ചെയ്യേണ്ടത്? മാധവാണ് ഇവിടുത്തെ ലയബിലിറ്റി, മാധവിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ട്രാൻസാക്ഷനാണ് സോൾഡ് ഗുഡ്സ് ടു അനിൽ. ഇവിടെയും ശ്രദ്ധിക്കാം ഫോർ ക്യാഷ് എന്നില്ല, അതായത് അനിലിന് സാധനങ്ങൾ വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇൻകം ആണ് എന്തായാലും സെയിൽസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോൾഡ് ഗുഡ്സ് ടു അനിൽ, അനിലിന് സാധനങ്ങൾ വിറ്റു. ക്യാഷിനെന്ന് പറയുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഇതെന്തായിരിക്കും? ഒരാളുടെ പേര് തന്നിട്ടുണ്ട്, അനിലിൻ്റെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. സെയിൽസ് ആണ് നടത്തിയത്. സോൾഡ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. സാധനങ്ങൾ വിറ്റു, അനിലിനാണ് വിറ്റത്. ഫോർ ക്യാഷ് തന്നു എന്ന് പറയുന്നില്ല, ക്യാഷിനാണ് വിറ്റതെന്ന് പറയുന്നില്ല, അനിലിൻ്റെ പേര് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ഇനി നോക്കാം, ക്രെഡിറ്റ് സെയിൽസ് ആണ്, ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല. ഓക്കെ, ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ക്യാഷ് വരുന്ന സമയത്ത് ക്യാഷ് കൂടും, അപ്പോൾ അസറ്റ് കൂടും, അസറ്റിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ക്യാഷ് വരുന്നില്ല. ഇനി നോക്കാം, ബിസിനസ്സിലേക്ക് നമ്മൾ സാധനങ്ങൾ അനിലിന് വിറ്റു, അതായത് ബിസിനസ് അനിലിന് സാധനങ്ങൾ വിറ്റു. അനിൽ എന്ത് ചെയ്യണം? ബിസിനസ്സിലേക്ക് പൈസ തരാനുണ്ട്, ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ളവർ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എമൗണ്ട് തരാനുള്ളവരെ ബിസിനസ്സിൻ്റെ ആരായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ബിസിനസ്സിൻ്റെ ഡെപ്റ്റേഴ്സാണ് അവർ. ഓക്കെ, ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവർ ബിസിനസ്സിൻ്റെ ഡെപ്റ്റേഴ്സും ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവർ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സുമാണ്. അപ്പോൾ ആ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ളവരെ നമ്മൾ ബിസിനസ്സിൻ്റെ ഡെപ്റ്റേഴ്സ് ആയിട്ടും ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുള്ളത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. ഓൾവേസ് അത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്, അത് ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ളവരെ നമ്മൾ പറയുന്നത് ഡെപ്റ്റേഴ്സാണത്. അപ്പോൾ അനിൽ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ളതാണ് അല്ലേ?
ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എന്താണ്? അസറ്റാണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റും ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. ഈ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റാണ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. ഇതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അനിൽ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ്. ഓക്കെ, അനിൽ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ്. അതിനർത്ഥം അനിൽ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിൻ്റെ അസറ്റാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ അനിൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റാണ്. അപ്പോൾ നമ്മൾ സാധനം അനിലിന് വിൽക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഡെപ്റ്റർ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുകയാണ്. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുകയാണ് മീൻസ് എന്ത് ചെയ്യും? നമ്മുടെ അസറ്റ് കൂടുകയാണ്. ഡെപ്റ്റേഴ്സ് കൂടുക എന്ന് വെച്ചാൽ അസറ്റ് കൂടുന്നു. നമ്മൾ അനിലിന് സാധനങ്ങൾ കൂടുതൽ കൊടുക്കും തോറും അനിൽ ആ എമൗണ്ട് നമുക്ക് തരാനുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടാനുള്ള അസറ്റാണ്. അപ്പോൾ നമ്മുടെ ഡെപ്റ്ററാണ്. ഡെപ്റ്റർ കൂടുക മീൻസ് നമ്മുടെ അസറ്റ് കൂടുകയാണ്. അസറ്റ് കൂടുമ്പോൾ ആ അസറ്റിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആരാണ് ഇവിടുത്തെ അസറ്റ്? അനിലാണ് ഇവിടുത്തെ അസറ്റ്. അപ്പോൾ അനിലിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ. അനിലാണ് നമ്മുടെ അസറ്റ്. നമുക്ക് പൈസ തരാനുള്ളത് അനിലാണ്. അപ്പോൾ അനിലാണ് ഇവിടുത്തെ അസറ്റ്. അനിലിനെ ഡെബിറ്റ് ചെയ്യണം. അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി രണ്ടാമത്തെ സോൾഡ് ഗുഡ്സ് ടു അനിൽ എന്നാണ്. സോൾഡ് ഗുഡ്സ് ആണ് സോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ഏതിനാണ്? സെയിൽസിനാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? ബിസിനസ്സിൻ്റെ ഇൻകമാണ്. സെയിൽസ് കൂടുകയാണ്. അനിലിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ സെയിൽസ് കൂടും. സെയിൽസ് കൂടുക മീൻസ് ഇൻകം കൂടും. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഏത് ഇൻകമാണോ കൂടുന്നത് അതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഏത് ഇൻകമാണ് ഇവിടെ കൂടുന്നത്? സെയിൽസാണ് ഇവിടെ കൂടുന്നത്. അപ്പോൾ സെയിൽസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻട്രി എന്ത് വരും? അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അനിൽ എന്ന് പറഞ്ഞാൽ അസറ്റാണ്. ക്രെഡിറ്റിന് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡെപ്റ്റർ എമൗണ്ട് കൂടും. അപ്പോൾ അസറ്റ് കൂടും. അപ്പോൾ ആ കൂടുന്ന അസറ്റിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അനിലാണ് ഇവിടുത്തെ അസറ്റ്. അതുകൊണ്ടാണ് അനിലിനെ ഡെബിറ്റ് ചെയ്തത്. ഇനി ക്രെഡിറ്റ് സെയിൽസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. സെയിൽസ് കൂടുമ്പോൾ നമ്മുടെ ഇൻകം കൂടും. ഇൻകം കൂടുന്ന സമയത്ത് ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇതല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ സെയിൽസിൻ്റെ നമ്മൾ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യേണ്ടത് ആർക്കാണോ അല്ലെങ്കിൽ ആരാണോ നമുക്ക് പൈസ തരാനുള്ള അവരെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞ നമ്മൾ റൂൾസ് പ്രകാരമാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ആരാണോ നമുക്ക് പൈസ തരാനുള്ളവർ അവരെന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ പൈസ തരാനുള്ളവരെന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ചാനൽ എൻട്രി എഴുതുന്ന ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അധികം